ലോകത്തെ ഏറ്റവും സുന്ദരമായ മഴ അതെവിടെയാണ് പെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പറയാ അത് ഞാൻ കണ്ട എൻ്റെ കുട്ടിക്കാലത്തെ മഴയാണ്, എൻ്റെ വീട്ടുമുറ്റത്ത് പെയ്യുന്ന മഴയാണെന്നൊക്കെ ആയിരിക്കും. ഞാൻ അങ്ങനെ പറയുള്ളൂ കേട്ടോ. കാരണം ഞാൻ ഏറ്റവും ആസ്വദിച്ചിട്ടുള്ളതും ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിട്ടുള്ളതും കാണാൻ കൊതിച്ചിട്ടുള്ളതും കൂടുതൽ കണ്ടിട്ടുള്ളതും ഒക്കെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടുമുറ്റത്ത് പെയ്ത മഴയായിരുന്നു. മഴ പെയ്തു കഴിഞ്ഞാൽ മുറ്റം നിറയെ വെള്ളമായിരിക്കും. കാരണം വെള്ളം അധികം താന്നു പോകുന്നില്ല പെട്ടെന്ന്. ആ വെള്ളം മുറ്റത്തിങ്ങനെ കെട്ടിക്കിടക്കും. എത്ര വഞ്ചികളാണ് ഞങ്ങൾ ആ വെള്ളത്തിൽ കൂടെ ഒഴുക്കി വിട്ടേക്കെന്ന് അറിയും. നല്ല മഴ പെയ്യുമ്പോൾ ആ വെള്ളം റോഡിലേക്ക് ഇങ്ങനെ ഒഴുകി പോകാനായിട്ട് അച്ഛൻ ചാല് കയറിയിട്ടുണ്ടാവും. എന്നാലും ആ വെള്ളത്തിൽ ഇറങ്ങാനൊന്നും അധികം സമ്മതിച്ചിട്ടില്ല. പക്ഷേ അമ്മ അറിയാതെ പെട്ടെന്ന് ഓടിപ്പോയി ആ വെള്ളത്തിൽ കയറി ചവിട്ടി കളിക്കുക എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. പിന്നെ ഓട്ടുമ്പുറത്തുനിന്ന് വീണ മഴയുണ്ടല്ലോ, അതിപ്പോഴും ഉണ്ട്. അതിപ്പോഴും പോയി അത് എത്തിപ്പിടിച്ച് അതിൽ കളിക്കുക എന്നുള്ളതൊരു സന്തോഷമായിരുന്നു. പിന്നെ ചില വൈകുന്നേരങ്ങളുണ്ട്, സ്കൂൾ വിട്ട് വരുന്ന വൈകുന്നേരങ്ങളിൽ പണ്ടത്തെ പോലെ ഇന്നത്തെ പോലെ സ്കൂൾ ബസ്സിലൊന്നും വരില്ലല്ലോ. ഓടിച്ചാടി ആ ചാലൊക്കെ നോക്കി നടന്ന് വരാറ്. ഞാൻ ആലപ്പാട് സ്കൂളിലാണ് പഠിച്ചതേ. അപ്പോൾ അവിടെ നിന്ന് വീട്ടിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ. ആ വരവുണ്ടല്ലോ, 4 മണിക്ക് സ്കൂൾ വിട്ടാലും ഞങ്ങൾ വീടെത്തുമ്പോൾ 4:30. ആ ചാലിലൊക്കെ നോക്കി അതിൽ കൂടെ എത്രത്തോളം മീനൊക്കെ പോകുന്നുണ്ടെന്ന് നോക്കി, ഇല പൊട്ടിച്ചിട്ട് ആരിട്ട ഇല ആദ്യം ദൂരത്തെത്തണമെന്നൊക്കെ നോക്കി വരുന്ന കാണാൻ ഒരു പ്രത്യേക സന്തോഷമായിരുന്നു. എന്തൊരു സന്തോഷമായിരുന്നില്ല അന്നത്തെ കാലഘട്ടം. ഇന്നത്തെ മക്കൾക്ക് അങ്ങനത്തെ സന്തോഷങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ ഉത്തരം. അവർക്ക് മഴയത്ത് ഇറങ്ങാനും ചെളിയിലിറങ്ങാനും ഒക്കെ മടിയാണ്. മഴയും ചെളിയും ഒക്കെ അവർക്ക് ഇഷ്ടമില്ല, അതൊന്നും ആസ്വദിക്കാൻ ഇഷ്ടമില്ല. പക്ഷേ എൻ്റെ മക്കളെ അങ്ങനെ ഞാൻ വളർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. അവർ മഴയെ അറിയണം, ചെളിയെ അറിയണം, മണ്ണിൽ ഇറങ്ങണം, ഒക്കെ അറിയണം. എന്നാലല്ലേ അതിൻ്റെയൊക്കെ ഒരു സന്തോഷമുള്ളൂ. പിന്നെ നമ്മളെപ്പോലെ ആലോചിക്കുമ്പോൾ സന്തോഷമുള്ള ഓർമ്മകൾ അവർക്കും വേണ്ടേ. എന്നും ടി വിയും വീടിൻ്റെ അകത്തളങ്ങളും മാത്രമായിരുന്ന എന്ത് സന്തോഷമാണല്ലേ. എനിക്ക് പക്ഷേ അങ്ങനെ വളർത്തുന്നതിനോട് ഇഷ്ടമില്ല കേട്ടോ. അവരും അറിയട്ടെ നമ്മളനുഭവിച്ച സന്തോഷങ്ങളൊക്കെ. അങ്ങനെയാണ് ഞാൻ വീട്ടിൽ വരുമ്പോൾ എൻ്റെ മക്കളെ ഞാൻ അവരുടെ ഇഷ്ടങ്ങൾക്ക് ഞാൻ അനുഭവിച്ച സന്തോഷങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാറുണ്ട്. ചില വൈകുന്നേരങ്ങളിൽ സ്കൂൾ വിട്ട് വരുമ്പോൾ വിശന്നായിരിക്കും വരിക. അപ്പോൾ ട്യൂഷനൊക്കെ കഴിഞ്ഞ് എത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല ക്ഷീണമായിട്ടുണ്ടാവും. ഇന്നത്തെ പോലെ നേരെ സ്കൂൾ വിട്ട് വന്ന് അവർക്ക് വേണ്ടി ബിസ്ക്കറ്റും ചായയൊന്നും ഒരുക്കി വയ്ക്കുന്ന പോലെ അമ്മ അങ്ങനെയൊന്നും ഒരുക്കി വയ്ക്കാറില്ല. ഞങ്ങൾക്ക് അതൊക്കെ കുറവായിരുന്നു കേട്ടോ, ചായയും ബിസ്ക്കറ്റൊക്കെ കിട്ടുകയെന്നുള്ളത്. പാലൊഴിച്ച ചായ പക്ഷേ അന്ന് ഇഷ്ടമുണ്ടായിരുന്നില്ല. വീട്ടിൽ പശു ഉണ്ടെങ്കിലും പാലൊഴിച്ച് ചായ കുടിക്കുക എന്നുള്ളതൊന്നും അത്ര സന്തോഷമുള്ള കാര്യമായിരുന്നല്ലോ. ഏറ്റവും മടിയായിരുന്നു പാലൊഴിച്ച് ചായ കുടിക്കാൻ. പക്ഷേ അമ്മ ഉണ്ടാക്കുന്ന കട്ടൻ കാപ്പി ഉണ്ടല്ലോ, അതിനൊരു പ്രത്യേക രസമായിരുന്നു. നല്ല മധുരമിട്ട കട്ടൻ കാപ്പി. ആ കട്ടൻ കാപ്പിയുടെ കൂടെ ചിലപ്പോൾ ചക്ക കൂട്ടാനോ അല്ലെങ്കിൽ കൊള്ളി കൂട്ടാനോ ചേമ്പോ ചേനയോ ഒക്കെ ആയിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ. അമ്മ ഉണ്ടാക്കുന്ന ആ കുത്തിക്കാച്ചി ചക്ക കൂട്ടാനൊക്കെ എന്ത് ടേസ്റ്റായിരുന്നു അല്ലേ. മീൻകറിയൊക്കെ കുറവായിരുന്നു. മീനൊക്കെ വയ്ക്കും, എന്നാലും ഒക്കെ കുറവായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള ഉപ്പേരി കൂട്ടാനുകളായിരുന്നു ഏറ്റവും അധികം ഉണ്ടായിരുന്നത്. പിന്നെ വൈകുന്നേരത്തെ പൊടിയരിക്കഞ്ഞിയും, നെല്ലുത്തിരിയിലെ പൊടിയരിക്കഞ്ഞിയും ഒരു പ്രത്യേക രുചിയാണല്ലേ. ആ പൊടിയരിക്കഞ്ഞിയും നല്ല പച്ചമുളകിട്ട ചമ്മന്തിയും, ആഹാ എന്ത് രസമായിരുന്നു അതൊക്കെ. എൻ്റെ മകന് ഞാനതൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാറുണ്ട് കേട്ടോ. അവനിഷ്ടമാണ് അതൊക്കെ. ആ രുചികളെല്ലാതും അവനും ഇഷ്ടമാണ്. അവനും അറിയട്ടെ, അല്ലെങ്കിൽ അവരും അറിയട്ടെ അന്നത്തെ ആ സന്തോഷങ്ങളൊക്കെ. നമ്മളന്ന് കുടിച്ചിരുന്ന കട്ടൻ ചായ, ഊതി കുടിച്ചിരുന്ന കട്ടൻ ചായയും ആ ഒരു ചക്ക കൂട്ടാനൊക്കെ, അതിൻ്റെ രുചികളൊക്കെ അവരും അറിയട്ടെ എന്നേ. അവർക്കും ഓർമ്മകൾ ഉണ്ടാകട്ടെ അല്ലേ. എന്നത്തെയും പോലെ ഞാനീ പറയുന്നതൊക്കെ നിങ്ങളുടെ പലരെയും കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ പലരും ഓർമ്മകളിൽ താലോലിക്കുന്ന കാര്യങ്ങളായിരിക്കും അതൊക്കെ. നേടിയെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മറന്നു പോവല്ലേ അതൊന്നും. ഇടയ്ക്കൊക്കെ വീണ്ടും ആ ഓർമ്മകളിലേക്ക് ഒന്ന് എത്തി നോക്കുന്നത് ഒരുപാട് മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യമാണ്. അതൊന്നും അങ്ങനെ വിട്ടുകളയാൻ പറ്റാത്ത സന്തോഷങ്ങളാണ് അല്ലേ. എന്താ നിങ്ങളുടെ അഭിപ്രായം? പറഞ്ഞോളൂ കേട്ടോ.